എടാ ഇങ്ങോട്ട് വാടാ. എടാ വാടാ ഇവിടെ. അമ്മ വാട ഇവിടെ അവിടെയാണ്. വാ നമുക്ക് തിന്നിട്ടേരാം. ഓ ഏത് സമയം നോക്കിയാലും 24 മണിക്കൂർ നോക്കിയാലും ഇവന് തീറ്റി തീറ്റി തീറ്റി. നിനക്ക് തിന്നണം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നടക്കട അഹങ്കാരി അങ്ങോട്ട്. എടാ ഇത്രയും നിന്നെ പഠിപ്പിച്ചിട്ട് നീ എന്താടാ ആ സ്റ്റേജിൽ കയറാഞ്ഞത്? അമ്മ സ്റ്റേജിൽ ചെന്ന് കയറിയപ്പോ അവിടെ മൈക്കില്ല. എടാ ഡാൻസ് കളിക്കുന്നതിന് എന്തോത്തിനാടാ നിനക്ക് മൈക്ക്? എടാ കുഞ്ഞെ, നീ ഇതിന്റെ പകുതി ആ സ്റ്റേജിൽ കളിച്ചിരുന്നെങ്കിലേ 1ാം സമ്മാനം നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അമ്മ ഡാൻസ് കളിച്ചാലേ വേദന കൊണ്ട് പൊളഞ്ഞാണ്. നിങ്ങൾ എന്ത് എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടണോ? പിന്നെ ഞാൻ ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ ഇവിടെ കിടന്ന് കുച്ചിപ്പടി കളിക്കണാടാ. എടാ കുച്ചിപ്പടി കളിക്കണാടാ ഞാൻ ഇവിടെ കിടന്ന്. ഞാൻ എന്തുവാ ഈ കാണുന്നേ? ടീച്ചർ കേക്കണം. ഞാൻ രാവിലെ കൊയ്യാൻ പോവും. അത് തലേ ചുമന്നുകൊണ്ട് പോയി അത് ചവിട്ടി മെതിച്ച് അത് നെല്ലാക്കി അത് അരിയാക്കി ഞാൻ അവിടെയും കൊണ്ട് കൊടുത്ത് ഞാൻ ഇവിടെയും കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ നിന്നും കടം മേടിച്ച് ഇവിടെ നിന്നും കടം മേടിച്ച ടീച്ചറെ. ഇവന്റെ അച്ഛൻ രാവിലെ വണ്ടി ഓടിക്കാൻ പോകുമ്പോ ഞാൻ പ്രാർത്ഥിക്കും, ആ പാവപ്പെട്ടവൻ ഒരാപത്തും വരുത്തല്ലേ. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയതാ ടീച്ചറെ ഞാൻ ഇവന്. ഇവന് ഒരു നേരം അവിടെ കയറി ഡാൻസ് കളിക്കേ വയ്യാന്ന്. 6 മാസം കഷ്ടപ്പെട്ട് കുച്ചിപ്പുടി പഠിപ്പിച്ച ചെറുക്കനെ കടന്ന് തുള്ളുന്നത് തള്ള. പിന്നെ എങ്ങനെ സമ്മാനം കിട്ടാനാ? എടാ ആ കോഡ് നമ്പർ വിളിക്കാൻ നേരത്ത് നീ സ്റ്റേജിൽ കേറാത്ത അവിടെ നുള്ളല്ലേ? അവിടെ ഇപ്പൊ അമ്മ നുള്ളിയതേ ഉള്ളൂ. ഇപ്പഴത്തോട്ട് നുള്ളിക്കോ. ടീച്ചറെ ഇവനെ വെറുതെ ടീച്ചർ പഠിപ്പിച്ചത്. അവൻ ആ സ്റ്റേജിൽ കേറിയത് പോലും ഇല്ല. കേറാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അഭിമാനത്തോടെ നിൽക്കുന്നു. അപ്പൊ കേറിയിരുന്നെങ്കിലോ നാണം കെട്ട് നാറി നിന്നേനെ. ടീച്ചറെ ഇവനെ എന്നും കുന്നും പരാതിയാ. ആ കലോത്സവത്തിന് ഉയർത്തിയ കൊടിയില്ലേ അവൻ ആളൊഴിഞ്ഞപ്പോ പോയി കെട്ടഴിച്ച് താഴെ ഇറക്കിയാക്കുന്നു. ടീച്ചർ അല്ലേ പറഞ്ഞത് സ്റ്റേജിൽ കയറിയുന്നോണ്ട് പതാക കാണിക്കണോന്ന്? എടാ പതാക മുദ്ര കാണിക്കാൻ പറഞ്ഞ സ്റ്റേജിൽ കയറി കടി കഴിച്ച് കേറ്റുപോ. ടീച്ചറെ അവിടെ കുറച്ചെങ്കിലും ഒന്ന് ബാക്കി വെച്ചേക്കണേ. അവന്റെ അച്ഛന് വീട്ടിൽ ചെല്ലുമ്പോ പിച്ചാനുള്ളതാ. എടാ നിനക്ക് ഗുരുത്വം എന്നൊരു സാധനം ഉണ്ടോ? ആ ഉള്ള സാധനം തന്നെ ടീച്ചർ ഇപ്പൊ ഞെക്കി പൊട്ടിച്ചത്. എന്തുവാടാ? കുരിപ്പ്. എടാ കുരിപ്പല്ലടാ ഗുരുത്വം ഗുരുത്വം. ടീച്ചർ അങ്ങനെ പറയരുത്. എന്റെ കൊച്ചിന് ഗുരുത്വം ഇല്ലെന്ന് ടീച്ചർ പറയരുത്. രാവിലെ എന്റെ കൊച്ചു ടീച്ചറിന്റെ കാല് തൊട്ട് തൊഴുതപ്പോ ടീച്ചറിന്റെ കണ്ണീന്ന് രണ്ടിന്നും കണ്ണീര് വരുന്നത് ഞാൻ കണ്ടതാ. കുഴിവകം ഉള്ള എന്റെ കാലെ പിടിച്ച് കണ്ണീരല്ലാതെ പിന്നെ എന്തോ. അയ്യോ അവന്റെ അച്ഛൻ അറിഞ്ഞ ഇന്ന് തിന്നു കളയും. കുഴിനകം തിന്നുന്ന മനുഷ്യനോ? കുഴിനകം തിന്നുന്ന കാര്യമല്ല പറഞ്ഞത്, ഇവനെ തിന്നു കളയുന്ന ആ സ്റ്റേജിൽ കയറാത്തോണ്ട്. നിങ്ങൾ അങ്ങേർക്ക് വീട്ടിൽ വേറെ തിന്നാന്നും കൊടുക്കത്തില്ലേ? ഓ അങ്ങനെ ഭയങ്കര ദേഷ്യക്കാരനാ ടീച്ചറെ. എന്നിട്ട് എന്തിയാ ദേഷ്യക്കാരൻ? വീട്ടിൽ ഇരിപ്പോണ്ട്. KSRTCയിലെ ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ സസ്പെൻഷനില്ല. എന്തോ പറ്റി? പിന്നെ വണ്ടി ഓടിക്കാതെ കറങ്ങാൻ പോയാ. ബെസ്റ്റ്. ഈ ഉത്തരവാദിത്തമില്ലാത്ത തന്തയാ ഈ ചെറുക്കനെ തിന്നൂന്ന് പറയുന്നേ. അല്ലേ ടീച്ചർ എന്റെയും കെട്ടിയന്റെയും കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുവാണോ? ടീച്ചറിന്റെ പഠിപ്പേര് കൊണ്ട് ഇന്ന് ആ കൊച്ചാ സ്റ്റേജിൽ കയറാഞ്ഞത്. ഞാൻ പഠിപ്പിച്ച 2-3 ജതികൾ നീ ഇവിടെ കാണിച്ചില്ലേ? തിരിച്ച് ഞാൻ പറിക്കുന്നു. ഞാൻ കളിക്കടി പൊന്നെ കളിക്ക്. അറിയടാ ടീച്ചറെ നമുക്ക് തേക്കിന് വരെ അവിടെ ഈട്ടി വെച്ചാലോ? ഈട്ടിയോ? ടീച്ചറല്ലേ പറഞ്ഞു ഇപ്പൊ തേക്ക് വെക്കാൻ പോവാ. ഞാൻ ജതികള് പറഞ്ഞ കരിക്കട്ടെങ്കിൽ താ കരിക്കട്ടെങ്കിൽ താ കരിക്കട്ടെങ്കിൽ താ. കരിക്കൊണ്ടെങ്കിൽ എനിക്കും കൂടെ തരുവാ നല്ലത് നോക്കി. തേങ്ങ തേങ്ങ. ഞാൻ ഇങ്ങനെ കളിക്കാനാന്നോ പറഞ്ഞേ? ശരീരമൊക്കെ ഇളക്കി നല്ലോണം കളിക്കാനല്ലേ പറഞ്ഞേ? കളിക്ക് പൊന്നെ. കളിയടാ. ദാക്കു ദേക്കു ദാ. ജനക്കു ജനക്കു ദാ. ദാക്കു ദേക്കു ദാക്കു ദേക്കു. എടാ നിർത്തടാ. എന്തോ ടീച്ചറെ? നിനക്ക് ചുഴലിയാന്നും പറഞ്ഞ ഒരു ആംബുലൻസ് വിളിച്ചെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ഇത് വല്ലത് ഇന്ന് നടക്കുവോ? നൃത്തം എന്ന് പറഞ്ഞാൽ മൊത്തം കടലാണ്. നൃത്തത്തിൽ ഇറങ്ങിയതിന് ശേഷം എനിക്ക് മൊത്തം കടമാണ്. അമ്മ എന്നെ കൊണ്ട് ഡാൻസ് ഒന്നും പഠിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എന്നെ ഇത്തിരി പാട്ട് പഠിപ്പിക്കാൻ വിട്ടൂടി അമ്മ. നടക്കുന്നതിനെ അവനൊരു താളമില്ല, പിന്നെ പാട്ടും കൂടി നന്നായിരിക്കും. അപ്പൊ മോണോക്റ്റ് ആണെങ്കിലോ? അത് അവനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്ന നിങ്ങൾക്കാ. ടീച്ചറിന് തോന്നിയോ ഞാനൊരു കലാകാരിയാണെന്ന്? ഫീസ് ചോദിക്കുമ്പോഴേ അയ്യോ ടീച്ചറെ ഇപ്പൊ ഇല്ല ടീച്ചറെ, 1 മാസത്തെ അവധിയും കൂടി തരണം, പട്ടിണിയാ ടീച്ചറെ. ഇതൊക്കെ കാണിക്കുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ മിമിക്രിയിലും കൂടെ ഒന്ന് നോക്കായിരുന്നു. അതെന്താ ടീച്ചറെ?
ഫോൺ വിളിച്ച് ഫീസ് ചോദിക്കുമ്പോഴേ സൗണ്ട് മാറ്റി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല ഞാനൊരു അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കാം. കുറെ നേരം കൊണ്ട് ഈ ടീച്ചർ എന്റെ കുറ്റമാണല്ലോ പറയുന്നത്. എന്റെ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലെങ്കിൽ ടീച്ചർ പറ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവന് വഴക്കമില്ല. ആര് പറഞ്ഞു ഇവന് വഴക്കില്ലാന്ന്? ടീച്ചറിന് അറിയാവോ? ഒരു മുട്ട പപ്സ് വാങ്ങിച്ചിട്ട് ഇവന്റെ മുമ്പിൽ വെക്കണം, എന്നിട്ട് ഇവനോടൊന്ന് പറയണം ഞാൻ നിനക്ക് തരത്തില്ലടാന്ന്. അപ്പോഴറിയാം ഇവന് വഴക്കുണ്ടോ ഇല്ലേന്ന്. അയ്യോ അതല്ല, ഇവന് മെയ് വഴക്കമില്ലെന്ന്. എന്റെ ടീച്ചറെ ഇവന് മെയ്യെന്നല്ല എല്ലാ മാസവും വഴക്കാം. ഞാൻ ആരോടാ ഈ പറയുന്നത്? ടീച്ചറെ ഈ മെയ് വഴക്കം വരെ എന്ത് ചെയ്യണം? ഏപ്രിൽ അവസാനം വഴക്കുണ്ടാക്കിട്ട് ഓടണം. മെയ് ആദ്യത്തോടെ വഴക്ക് കൂടിക്കോളും. അതല്ല മെയ് വഴക്കം. ഞാനേ പറയുന്നോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. എന്താ ടീച്ചറെ? നിങ്ങളുടെ മോന് ഡാൻസ് കളിക്കാനുള്ള കഴിവില്ല. ടീച്ചറെ ഇത് 3 കൊല്ലം മുമ്പ് ഇവിടെ ചേർക്കുന്ന ടീച്ചറിന് പറഞ്ഞുകൂടായിരുന്നു. അയ്യോ പോട്ട് പുല്ലി കൊറേ നേരം 3 കൊല്ലം. പിന്നെ എന്റെ ചിട്ടിയും വട്ടിയും നീ അടയ്ക്കോ? എന്റെ ദൈവമേ, കുച്ചിപ്പൊടിക്ക് സമയമായി. വാ മക്കളെ, കുച്ചിപ്പൊടിക്ക് സമയം. അയ്യോ എങ്ങോട്ടാ പോന്നേ? പിന്നെ ചെറുക്കനെ കുച്ചിപ്പുടി സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ട്. അയ്യോ അതെന്ത് പറ്റി? കുച്ചിപ്പുടി കളിക്കാനുള്ള താലവും മൊന്തയും കൊണ്ട് സ്റ്റേജിൽ കയറി ചോറുണ്ടാനിരിക്കുന്നു. എടാ താലവും മൊന്ത എന്തിനുള്ളതാന്ന് നിനക്കറിയാവോ? പാത്രം ചോറുന്നേ ഇല്ല മൊന്തയാണെങ്കിൽ വെള്ളവും കുടിക്കാലാ. എടാ താലവും മൊന്തയും ഒരു പരിപാവനമായ സാധനമാണ്. അത് നിനക്കറിയാവോ? ഓ എന്റെ ടീച്ചറെ, സത്യം പറയാലോ എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റി. ഞാൻ ഓ എന്ത് പറയാനാന്ന് പറ. ഇനി എന്താ ഒരു മാർഗം? ഇനി എന്താ മാർഗം എന്നാ ഞാനും ആലോചിക്കുന്നത്. ഇവനെ കലാതിലകമാക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഇനി എന്താ ടീച്ചറെ അത്? ഈ സ്കൂളിൽ ബോംബിടണം, എന്നിട്ട് ഇവനെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കണം. ഫസ്റ്റും സെക്കൻഡും തേർഡും ഇവന് തന്നെ, പുറത്തെവിടെയും പോകത്തില്ല. ടീച്ചറെ വിഷമമായല്ലേ? വിശക്കാണ്. വെരി നൈസ്. ആദ്യം ഞാന് ഈ സ്കിറ്റ് ഗംഭീരമായിരുന്നു. ചിലർക്കൊക്കെ ചിലരെ കുത്തിയ പോലെ തോന്നിക്കുമെങ്കിലും മൈൻഡ് ആക്കണ്ട, അങ്ങോട്ടേക്ക് ഞാൻ വരാം. പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് പോട്ടെ. ശാരികനെ കുറെ ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങോട്ടും പറയാനുണ്ടാവും. കാരണം ഒരു എപ്പിസോഡിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നു, ശാരിക ഒരു ചെറിയ വിഷമം പറഞ്ഞു. അത് ഞങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ഓണത്തിൻ്റെ അന്ന് നമ്മളൊരു വീട് ഒരുമിച്ച് വെച്ചു. അപ്പൊ സന്തോഷായില്ലേ? ഉടുപ്പുകൾ ഒരുപാടില്ലേ? മകൻ ഹാപ്പി അല്ലേ? ആ എത്ര അറിഞ്ഞാ മതി. പ്രണവ് നിന്നെ തിരിച്ചറിഞ്ഞുണ്ടാ ഇപ്പൊ എല്ലാ ആൾക്കാരൊക്കെ? ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങനെ കുഴപ്പമില്ല. ഇവനെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അറിയാം ഇവനെ. അതെ, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പൊ ഇവന്റെ ഫോട്ടോ സഹിതം വെച്ചിട്ടുണ്ട്. ഇവന് ഒരു ചെറിയ പരിപാടിയുണ്ട്. അവിടെ റിഹേഴ്സൽ കിടക്കുമ്പോ അവിടെ ഫുഡ് കൊണ്ടുവയ്ക്കുമല്ലോ, ഇവനത് കഴിക്കില്ല. ഇവൻ നൈസാ, ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് റിഹേഴ്സൽ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ മന്തി മേടിക്കാൻ പോകും. ഒറ്റയ്ക്ക് പോയി കുഴിമന്തി മേടിച്ചിട്ട് വന്ന് ആരും കാണാതിരിക്കാൻ വേണ്ടി ഡോറിൽ തൂക്കിയിട്ട് റിഹേഴ്സൽ വേണ്ടി തിരിച്ചു പോയി ഏത് ഡോറിൽ തൂക്കിയിട്ട്. അങ്ങനെ മെർമേഡിൽ എത്ര റൂമുണ്ട്? 300-400 റൂമുണ്ട്. ഏത് റൂം CCTV ഒക്കെ ചെക്ക് ചെയ്തെന്ന്. ഒരു മന്തിക്ക് വേണ്ടി വിശന്ന് വെച്ച് ഞാൻ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോ തളർന്നു. പക്ഷെ കിട്ടിയോ? ഇല്ല, അത് ഞാനേ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ റൂമെന്നും പറഞ്ഞ് വേറെ ഏതോ റൂമിൽ കൊണ്ട് തൂക്കിയിട്ട്. പക്ഷെ കിട്ടിയോ? അല്ല, കുറെ കഴിഞ്ഞ് എല്ലാ റൂമിലും ചെന്ന് നോക്കിയപ്പോ കിട്ടി. അല്ല വേറെ ഒരു കാര്യം, ഇവന് സോഷ്യൽ മീഡിയ വഴി ഇവന് എല്ലാ ഡയറക്ടേഴ്സിനും മെസ്സേജ് അയക്കുന്നുണ്ട്, സിനിമ കിട്ടുമോ, അല്ലാതെ അടുത്ത സിനിമയിൽ ഞാൻ ഉണ്ടല്ലോ. മുപ്പര് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഏതൊക്കെ സിനിമകൾ എന്തെങ്കിലും കിട്ടിയോ? ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്ത് വെച്ച് ആരെയൊന്നും കിട്ടില്ല. ഇനിയിപ്പോ ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കാം. പറഞ്ഞാൽ കേൾക്കാത്ത ആരും ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ ഡയറക്ടേഴ്സിന് വേണ്ടിട്ട് ഒരു മെസ്സേജ് വിടും. ഞാൻ പ്രണവ്, വയസ്സ് 16, +1 പഠിക്കുന്നു, ജോയിൻ ചെയ്ത് പഠിക്കുന്നില്ല, എന്നാലും പഠിക്കാൻ കഴിയില്ല. പിന്നെ നല്ലപോലെ അഭിനയിക്കും, ഏത് റോൾ വന്നാലും ഐ ആം എ വെർസറ്റൈൽ ആക്ടർ. അതുകൊണ്ട് സിനിമയെ വിളിച്ചാൽ വന്ന് അഭിനയിക്കും. കിട്ടിയില്ലെങ്കിൽ കോമഡി മാസ്റ്റർ കിട്ടിയില്ലെങ്കിൽ വിഷമമാണ്. അതുകൊണ്ട് തരണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നവരല്ലേ. അല്ല ഞാൻ പറയട്ടെ, തമിഴ്, തെലുങ്ക്, കന്നഡയിലാക്കി അവിടുന്ന് ഉറപ്പായിട്ട് കിട്ടും തന്നെ. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ബാറ്ററി ഇനി എത്രത്തോളം ചാർജ് കയറി എന്ന് നോക്കിയാലോ? കമോൺ ഡാ. ഹാപ്പി ആയില്ലേ? 30,000 rupees നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. പൈസ കിട്ടുമ്പോഴേ 3 പേരോട് പറ്റിയത് കാണിക്കണേ, അത് കാണിക്കണേ.